ഹലോ ഫ്രണ്ട്സ്, ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് പുതുപുത്തമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ബസ് സിമുലേറ്റർ ഇൻഡോനേഷ്യയിലെ കുറേ വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് മിക്കപ്പോഴും വരുന്ന കമൻസാണ്, അതായത് ചെറിയ മൊബൈലുകളിൽ, അതായത് കുഞ്ഞി മൊബൈലുകളിലൊക്കെ ചെറിയ സ്പെക്കുകളിലൊക്കെ ചെറുതായിട്ട് കളിക്കാൻ പറ്റിയ കുഞ്ഞി ബസ് സിമുലേറ്റർ ഗെയിം പരിചയപ്പെടുത്തുന്ന വീഡിയോ ചെയ്യാമെന്ന് വെച്ചിട്ട് കുറേ കമൻസ് വരാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതാണ് കാണിച്ചു തരാൻ പോകുന്നത്. അതായത് ചെറിയ ഏകദേശം 156 റേഞ്ചിൽ സൈസ് വരുന്ന ഒരു കുഞ്ഞി ബസ് സിമുലേറ്റർ ഗെയിമാണ്. അപ്പോൾ ഇതിൽ അത്യാവശ്യം കുറച്ച് സെറ്റിങ്സുകളുടെ സംഭവങ്ങളൊക്കെ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഒരു നോർമൽ കുഞ്ഞി ഗ്രാഫിക്സൊക്കെ ഉള്ള ഗെയിമാണ്. അപ്പോൾ ഇതിൽ നമുക്ക് അതിൽ തന്നെ കുറച്ച് കസ്റ്റം ലിവറികളൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ബസ് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉള്ള ഒരു അടിപൊളി ബസ് സിമുലേറ്റർ ഗെയിമാണ്. അപ്പോൾ ഇത് ഏതാ ഗെയിമെന്നും അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു ഗെയിം പ്ലേ വീഡിയോയാണ് നമ്മളന്ന് കാണിച്ചു തരാൻ പോകുന്നത്. വീഡിയോയിൽ ചിലപ്പോൾ മുന്നേ ചാനൽ അറിയാമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അത് നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യുക. അങ്ങനെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഗെയിം. അപ്പോൾ ഇത് നമ്മുടെ ബസ് ഇവിടെ കാണാം. അപ്പോൾ ഞാനത് ലിവറി ആഡ് ചെയ്തതാണ്. അപ്പോൾ ഇതിൽ കുറേ സംഭവങ്ങളുണ്ട്. ബസ് സെലക്ഷൻ, ബസ് ലിവറി, ബസ് ഡിസൈൻ, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് തന്നെ ഞാൻ ജസ്റ്റ് ബസ് ലിവറി കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ഒന്നില്ലെങ്കിൽ ക്യാഷ് കൊടുക്കുക, ഒന്നില്ലെങ്കിൽ ഫ്രീ ആയിട്ട് ആഡ് കാണാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ക്യാഷ് കൊടുത്തു. അതിനുശേഷം ഇവിടെ ആഡ് ലിവറി എന്നുകൊണ്ട് സൈഡിലൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ ഇതിൽ ഇതേപോലെ കുറേ ഇമേജസ് കാണാം. അപ്പോൾ ഇതൊക്കെ കുറേ ലിവറികളാണ്. ജസ്റ്റ് ഏതെങ്കിലും അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് ലോഡ് കൊടുക്കുക. അപ്പോൾ ഈ ബസ് പെയിൻറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് കാണാം. അപ്പോൾ നമ്മുടെ ബസ് ആ ഒരു ലിവറിയിൽ പെയിൻ്റായി കിട്ടും, ഈ ഒരു രീതിയിലായിട്ട് കിട്ടും. പിന്നെ അപ്പോൾ തന്നെ ബസ് ഡിസൈൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ബസ് ഡിസൈൻ എടുക്കുക. അപ്പോൾ ഇവിടെ 2 ഓപ്ഷൻ വരും, ചേസിസ് ഡ്രൈവ്, അതേപോലെ തന്നെ ഡയറക്റ്റ് ഡിസൈൻ. അപ്പോൾ ഞാൻ ഡയറക്റ്റ് ഡിസൈൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഏത് വേണമെങ്കിലും ഏത് മോഡൽ വേണമെങ്കിലും ബസ് ഇങ്ങനെ ഡിസൈൻ ചെയ്യാൻ പറ്റും. പല മോഡലുകളുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ മോഡലുകളാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു മോഡൽ എടുക്കുകയാണ്. അതിനുശേഷം ബമ്പർ വേണമെങ്കിൽ ബമ്പർ വയ്ക്കാം. ഓരോന്നായിട്ട് ഇങ്ങനെ നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ബമ്പർ എനിക്ക് വേണ്ടാന്ന് തോന്നി. പിന്നെ അതുപോലെ തന്നെ വീല്, പല ടൈപ്പ് വീലുകളുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു വീല് സെറ്റ് ചെയ്തു. പിന്നെ ലിവറി, ബിൽഡിൻ ലിവറി വേണമെങ്കിൽ അത് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ജസ്റ്റ് ഇപ്പോൾ ഒരു ബ്ലൂ കളർ ലിവറി ജസ്റ്റ് സെറ്റ് ചെയ്യുകയാണ്. ജസ്റ്റ് നമുക്ക് കൺഫേം കൊടുക്കുക. അതിനുശേഷം ഷിപ്പ് ടു യുവർ ഗാരേജ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബസ് റെഡി ആയിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബസ്. അപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. പിന്നെ അതുപോലെ തന്നെ ഹോണുകൾ പല ടൈപ്പ്, പിന്നെ അതേപോലെ തന്നെ ബസ് സെലക്ഷൻ, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ജസ്റ്റ് ഒന്ന് ഗെയിം ഒന്ന് കളിച്ച് നോക്കാം. ജസ്റ്റ് പ്ലേ കൊടുക്കുക. ഫ്രീ ഡ്രൈവ് ഉണ്ട്, പാസഞ്ചർ ഉണ്ട്, ടൈമർ ഉണ്ട്, മൾട്ടിപ്ലയർ ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഫ്രീ ഡ്രൈവ് എടുക്കുകയാണ്. മാപ്പ് ഞാൻ ജസ്റ്റ് ഇപ്പോൾ ന്യൂ മാപ്പ് സെലക്ട് ചെയ്തു. അതിനുശേഷം ജസ്റ്റ് ഇവിടെ റെയിനി ഡ്രൈവ്, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും 2 സ്ഥലം ജസ്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. ഇതാണ് നമ്മുടെ ബസ് വരുന്നത്. അതേപോലെ തന്നെ ഇതാണ് നമ്മുടെ ലൊക്കേഷൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ബസ് വരുന്നത്. അപ്പോൾ ഈ രീതിയിലായിരിക്കും നമ്മുടെ ബസ് വരുന്നത്. അപ്പോൾ ഈ ഒരു ബ്ലൂ കളറാണ് നമ്മൾ പെയിൻറ്റ് ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ വേറെ വ്യൂകൾ കാണിച്ചു തരാം. അതിന് മുമ്പ് ജസ്റ്റ് ഇതമർത്തി നമുക്ക് ഡോർ നോക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വൈപ്പറിൻ്റെ സ്വിച്ച് ഇത് ഈ ഒരു സൈഡിലായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് വൈപ്പർ വന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് വൈപ്പർ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഗിയർ, ഡ്രൈവർ, റിവേഴ്സ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇൻറ്റീരിയർ വ്യൂ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇൻറ്റീരിയർ വ്യൂ വരുന്നത് ഈ ഒരു രീതിയിലാണ് ഇൻറ്റീരിയർ വ്യൂ വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബസ്സിൻ്റെ ഇൻറ്റീരിയർ വരുന്നത്. സൈഡിൽ നമുക്ക് സ്റ്റിയറിങ് സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സൈഡിൽ നമുക്ക് സ്റ്റിയറിംഗ് ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. അപ്പോൾ ഓടിക്കുമ്പോൾ അത്യാവശ്യം പെട്ടെന്ന് തന്നെ സ്പീഡ് കയറുന്നുണ്ട്. ഇൻറ്റീരിയർ വ്യൂ ഈ ഒരു രീതിയിലും കൂടി 2 ഇൻറ്റീരിയർ വ്യൂ ആണുള്ളത്. അപ്പോൾ ഇതിൽ കുറച്ചും കൂടി നമുക്ക് സ്റ്റിയറിംഗ് ഒക്കെ നല്ല രീതിയിൽ കാണാൻ പറ്റും. ഇതാണെങ്കിൽ പുറത്തത്തെ വ്യൂ ആണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് വണ്ടികളൊക്കെ ആഡ് ചെയ്ത് വണ്ടിയൊക്കെ ഓടിച്ച് നടക്കാൻ പറ്റിയൊരു ചെറിയൊരു ഗെയിമാണ്. അപ്പോൾ ഇതിൻ്റെ പേര് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് റോട്ടിലേക്ക് ഒന്ന് ഇറക്കി നോക്കട്ടെ, വണ്ടികളൊക്കെ എങ്ങനെയുണ്ട് നോക്കാം. അപ്പോൾ ഈ സ്പീഡൊക്കെ പെട്ടെന്ന് കയറുന്നുണ്ട്. നല്ല രീതിയിൽ അത്യാവശ്യം അടിപൊളിയായിട്ട് സ്പീഡ് കയറുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചെറിയൊരു ബസ് സിമുലേറ്റർ ഗെയിം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ പേര് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എൻ്റെ പേര് ബസ് സിമുലേറ്റർ റിയൽ എന്നാണ് പേര്. അപ്പോൾ അതേ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം 4.2 സ്റ്റാർ റേറ്റിംഗ് ഒക്കെ ഉള്ള 126 MB ഉള്ള, ഞാൻ പറഞ്ഞ പോലെ ചെറിയൊരു ഗെയിമാണ്. ചെറിയ സൈസുള്ള അത്യാവശ്യം നോർമൽ വലിയ കുഴപ്പമില്ലാത്ത ഗ്രാഫിക്സ് ഒക്കെ ഉള്ളൊരു കുഞ്ഞു ഗെയിമാണിത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബസ് സിമുലേറ്റർ റിയൽ എന്ന് പറഞ്ഞ ഗെയിം. അപ്പോൾ അത് എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ.